എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. വേദനരഹിത പ്രസവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴും കുറേ പേർക്ക് സംശയം. ഈവൻ ഞാൻ അടുത്ത ആഴ്ച ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരാൾക്ക് ഞാൻ എപ്പോഴുള്ള അനാൽജസിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഡെലിവറി സമയത്ത് വേദന ഒട്ടും അറിയാത്ത ഒരു മാർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയ്യോ വേണ്ട ഡോക്ടറെ, ചിലപ്പോൾ നടുവേദന വരുമെന്നാണ് പറയുന്നത്. അതിനുശേഷം അപ്പോൾ കുറേ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഈ വേദനരഹിത പ്രസവം. എന്താണ് എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് ഞാൻ പറയാം. എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എപ്പിഡ്യൂറൽ സ്പേസിൽ, നമ്മുടെ നട്ടലിൽ കുറേ സ്പേസ് ഉണ്ട്, സബ്അരക്നോയിഡ് സ്പേസ്. അതായത് നമ്മുടെ സ്പൈനൽ നെർവ്സ് പാസ് ചെയ്ത് സ്പൈനൽ കോഡിൻ്റെ എത്തുന്നതിന് മുന്നേ തന്നെ കുറേ സ്പേസുകളുണ്ട്. അപ്പം അങ്ങോട്ട് നമ്മൾ മരുന്ന് ഇൻസ്റ്റിൽ ചെയ്യുകയും ആ മരുന്ന് പോയി നമ്മുടെ യൂട്രസിലോട്ടും അല്ലെങ്കിൽ വജീനയിലോട്ടും ഒക്കെ പോകുന്ന ഞരമ്പുകളെ അനസ്തറ്റൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയുന്നത്. അതെപ്പോഴാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മളൊരു പ്രസവം ദൈർഘ്യമേറിയ ആവാം, ഈവൻ അല്ലെങ്കിൽ കൂടെ ആദ്യത്തെ പ്രസവം കുറച്ചധികം മണിക്കൂറുകൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രണ്ടാമത്തെ പ്രസവം ചിലപ്പോൾ അത്ര എടുക്കണമെന്നില്ല, വളരെ പെട്ടെന്നായിരിക്കും. ചിലപ്പോൾ 2-3 മണിക്കൂർ കൊണ്ട് തന്നെ കഴിയുന്നിരിക്കും. അപ്പോൾ ആ ഒരു വേദന സഹിക്കാനുള്ള ചിലപ്പോൾ ആ സ്ത്രീക്ക് പറ്റും. പക്ഷെ മറ്റേതങ്ങനെയല്ല, കുറച്ചധികം സമയം ചിലപ്പോൾ ആ വേദന എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും അധികം സമയം വേദന എടുക്കേണ്ടി വരും. നമ്മൾ ആ പെൺകുട്ടി തന്നെ അങ്ങ് ക്ഷീണിച്ചു പോകും. വയ്യ. ആ അവസാന സമയമൊക്കെ നമ്മൾ മുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവർ ശരിക്കും അങ്ങ് ക്ഷീണിച്ചു പോകും. അവർക്ക് കറക്റ്റായിട്ട് ആ പുഷ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം എന്താണ് ഇത് ചെയ്യുന്നത്? നമ്മൾ ഇതൊരു 2-3 സെൻറ്റിമീറ്റർ ഡയലറ്റേഷനൊക്കെ എത്തുമ്പോൾ, അതായത് ആക്റ്റീവ് ഫേസ് ഓഫ് ലേബറിൽ കടക്കുമ്പോൾ, നമ്മൾ ഈ എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് നമ്മൾ ഈ ഒരു ലൈൻ ഇട്ടിട്ട് അതിലോട്ട് ഈ മരുന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ അടുത്ത് തന്നെ ഒരു പമ്പ് വെച്ചിട്ട് അത് അനസ്തെറ്റിസ്റ്റ് വന്ന് നോക്കും, കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് പെയിൻ ഓൾമോസ്റ്റ് പെയിൻലെസ് എന്ന് തന്നെ പറയാം. ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രം തോന്നുന്ന, അല്ലെങ്കിൽ വയറ്റിലൊരു മുറുക്കം എടുക്കുന്നു എന്ന് മാത്രം പറയുന്നു. ഇപ്പം പ്രസവിച്ചൊരു കുട്ടി ഒരു 2 ആഴ്ച എപ്പോഴുള്ള അനാൽജസിയത്ത് ആ കുട്ടി ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണേ. കാരണം അത്രയും അവൾ പുള്ളിക്കാറ്റി ഉറങ്ങുമായിരുന്നു, ഫുൾ ഡയലറ്റേഷൻ. അതായത് കുഞ്ഞിൻ്റെ തല താഴെ എത്തുന്നവർ ആ കുട്ടി ഉറങ്ങുമായിരുന്നു ചെയ്യുന്നത്. അപ്പം എത്ര സുഖമാണ് അമ്മയുടെ അവസ്ഥ എന്നാലോചിക്കണം. അപ്പോൾ ഇത് ഇൻസ്റ്റിൽ ചെയ്യുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്യുന്നു. ആകെ ചെറിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ചിലപ്പം BP ചിലപ്പോൾ ഒന്ന് സ്ലോ ചെയ്യാം. കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇടവിട്ട് അറ്റ്ലീസ്റ്റ് തുടക്കമെങ്കിലും നമ്മളൊരു 10 മിനിറ്റിൽ മോണിറ്റർ ചെയ്യുക. പിന്നെ 20 മിനിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. കണ്ടിന്യൂസ് നോക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിരിക്കുന്നു. എന്നിട്ട് ആ ഫുൾ ഡയലറ്റേഷൻ, ആ സെർവിക്സ്, ആ ഗർഭാശയമുഖം പൂർണ്ണമായിട്ടും ഡയലേറ്റ് ചെയ്ത് കുഞ്ഞിൻ്റെ തലയൊക്കെ താഴെ എത്തി. ഇനി പുഷ് ചെയ്യണം എന്നുള്ള അവസ്ഥ എത്തുമ്പോൾ സാധാരണ അതിൻ്റെ ഡ്രോപ്പ് ഒന്ന് കുറയ്ക്കും. അപ്പോൾ കുറച്ചും കൂടെ ആ പെയിൻ ഫീൽ ചെയ്യാനും അപ്പോൾ പുഷ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ പ്രസവിക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ പ്രസവിക്കാൻ പറ്റിയില്ലയോ, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് OTയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഈ എപ്പിഡ്യൂറൽ സ്പേസിൽ തന്നെ നമുക്ക് അനസ്തേഷ്യ കൊടുക്കാൻ സാധിക്കും. നമുക്ക് സിസേറിയൻ ചെയ്യാനും ആ സമയത്ത് എളുപ്പമായിരിക്കും. ആ സമയത്ത് വീണ്ടും ഒരു അനസ്തേഷ്യ എന്നുള്ളൊരു സമയം കളയേണ്ട ആവശ്യമില്ല, ഒരു എമർജൻസി സിസേറിയൻ ആണെങ്കിൽ. അപ്പം പിന്നെ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് തുന്നാനും ആ പേഷ്യൻറ്റിന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പെയിൻ അറിയുന്നതേ ഇല്ല. നമ്മൾ അനാവശ്യമായിട്ട് എപ്പോഴും ആ ഭാഗത്ത് വീണ്ടും ലോക്കൽ അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഈവൻ സിസേറിയൻ കഴിഞ്ഞിട്ടാണെങ്കിൽ 2-3 ദിവസം അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവുമല്ലോ. അടുത്ത ദിവസമൊക്കെ ആ പെയിനൊക്കെ എപ്പോഴുള്ള അനസ്തേഷ്യ അവിടെ തന്നെ കിടക്കട്ടെ, കത്തിയിട്ട് അവിടെ തന്നെ കിടക്കട്ടെ. ആവശ്യം പെയിൻ വരുമ്പോൾ അവിടെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്താൽ മതി. അപ്പോൾ വേറെ പെയിൻ കില്ലേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ കുറേ അധികം ഗുണങ്ങളുള്ള ഒരു മോഡ് ഓഫ് അനസ്തേഷ്യയാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയുന്നത്. മോഡ് ഓഫ് പെയിൻ റിഡക്ഷനാണ് നമ്മുടെ എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇച്ചിരി പ്രൊളോങ്ഡ് ആവാം. ഡെലിവറി ചിലപ്പോൾ 8 മണിക്കൂർ നടക്കുന്നത് ഇപ്പോൾ 9 മണിക്കൂർ നടക്കാം. അല്ലാതെ കുഞ്ഞിന് സൈഡ് എഫക്റ്റും അമ്മയ്ക്ക് സൈഡ് എഫക്റ്റും ഒക്കെ അപൂർവമാണ്. എന്ന് പറഞ്ഞാൽ മെനിഞ്ചൈറ്റ് വരിക, അല്ലെങ്കിൽ കൊടുക്കുന്ന സ്ഥലത്ത് ഒരു ഹെമറ്റോമി ഉണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള എന്താണ് പ്രഷർ ഒന്ന് കുറയുക. അമ്മയുടെ പ്രഷർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 20% എല്ലാം മുഖത്ത് കാണുന്നുണ്ട്. പിന്നെ കോമൺ എന്താ പറയുക, കറക്റ്റ് പെയിൻ റിലീഫ് കിട്ടുന്നില്ല, അതും കാണാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ അപൂർവമാണ്. ഒരു മേജർ കോംപ്ലിക്കേഷൻസൊക്കെ വളരെ 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 അപൂർവമാണ് ഉണ്ടാകുന്നത്. അപ്പം തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന, ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം തന്നെയാണ് എപ്പിഡ്യൂറൽ അനാൽജസിയ. ഞാൻ പറയും എല്ലാവരും അത് ഓപ്റ്റ് ചെയ്യണം. നമുക്ക് ആ വേദനിച്ച് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നും.
അപ്പം ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും അനാലിസിസ് എടുക്കാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ മറുപടി അയക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.